കുട്ടാ ഓ മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ? എന്നാ പണിയാ മാണിക്കുഞ്ഞ് ഇന്നലെ കാണിച്ചത്? ഇന്നലെ രാത്രി ആ വാർഡ്രോബ് മുഴുവൻ നാറ്റിയാലല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. എന്നതാ? ബാത്റൂമിൽ കയറിയിട്ട് നേരം വെളുക്കുന്നവരെ എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു. കുട്ടാ ഓ മാണിക്കുഞ്ഞിനെ എസ്റ്റേറ്റിൽ കൊണ്ടേ വിട്ടേച്ചു. ഓ പാഴ് ചെലവാന്നേ. എന്നെ ആ സ്റ്റാൻഡിലോട്ട് അങ്ങനെ വിട്ടാ മതി. ഞാൻ വല്ല ബസ്സേലും മലയേറി പൊക്കോളാം. ഒരു ബസ്സേലും മലിഞ്ഞേറി പോകണ്ട, പോവാന്നേ കാറേ പോയാ മതി. എന്നാത്തിനെ? അതെന്നാ കാറി കേറുകയല്ലേ? നീ പോടാ പോയി. നിന്നേക്കാൾ മുമ്പ് കാറി കയറിയിട്ടുള്ളവനാ. ഇങ്ങോട്ട് മാറിയെന്നേ കിഴങ്ങൻ. അനികുഞ്ഞെ, ഞായറാഴ്ചത്തെ കാര്യം മറക്കരുത്. ഓ ഇതങ്ങ് മറന്നോ? ഓ ഇനി ഇവരെന്തുവാ? അല്ല ഇത് പൊതിഞ്ഞു വെച്ചിട്ട് എന്താ എടുക്കാഞ്ഞ്? ഇതെന്നതാ പൊതിയില്? 3-4 പഴയ ഷർട്ടാ. ആർക്കാ? എനിക്കാ. പഴയതെന്ന് വെച്ചാ കീറിയതൊന്നും അല്ല, കാണാൻ പുതിയതുപോലൊക്കെ തന്നെ. ഞാൻ ഇട്ട് നോക്കി. എന്റെ നിന്റെ സൈസ് ഒന്നാ. ഒരു പൊടിക്ക് വലുതാണോ ഒരു സംശയം ഇല്ലേ ദിനാമേ? കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലർ നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്നാ ചെയ്യും? അല്ല ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക, ആർക്ക് വേണ്ടിയാ മാണിക്കുഞ്ഞ് പിച്ചിക്ക് കാണിക്കുന്നേ? കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഇല്ല നിർത്തി. ഇനി പഴയത് ഇടുന്ന പ്രശ്നമില്ല, പുതിയത് മാത്രം. ശരി കുട്ടാ. ഓ പോകുന്ന വഴിക്കേ ആ രാജന്റെ കടയിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു 5 ഷർട്ടും കൊണ്ട് വാങ്ങിച്ചോണ്ട് പോയിക്കോ. ഇന്ന് തന്നെ വേണോ? ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാന്നേ. ഇന്ന് തന്നെ വേണം, ഇങ്ങനെ വാങ്ങാൻ വേണം. പറഞ്ഞോട്ടാ. ഇവനിത് എന്നാത്തിന്റെ കേടാ? സാറിന്റെ സൈസ് എത്രയാ? 40 41? 40 ആണെങ്കിൽ സാറിനിടാം. 41 ആണെങ്കിലോ? എനിക്കിടാം. നീ കുറെ ഒലത്തോലോടാവേ. അയ്യേ ഇതെന്തിനാ? ഇതും കൂടി ഇരിക്കട്ടാവേ. നീ പോ, ഞാൻ ഇറങ്ങുവാന്നേ. ഇറക്കി കഴിഞ്ഞു. ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി. കുട്ടനിപ്പോ വരും കേസ് പഠിപ്പിച്ചേരാൻ. ചെല്. ശരി. ഗുഡ് മോർണിംഗ് സർ. ക്രൈം നമ്പർ 98/94/95 മർഡർ കേസാ. കേസ് ഡയറി സാറിനെ ഏൽപ്പിക്കാൻ SP പറഞ്ഞു. കേസ് ഡയറി ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. സാറിന്റെ കൂടി ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി എന്നാ SP പറഞ്ഞത്. 2-3 ദിവസമൊക്കെ ഞാൻ ഫ്രീ അല്ലല്ലോ. അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒന്ന് വിളിക്കാൻ പറയും. പ്രതി ഇപ്പോഴും കസ്റ്റഡി തന്നെയല്ലേ? അല്ല സർ, റിമാൻഡ് ചെയ്തു. സബ്ജക്റ്റ് ഇല്ല. അപ്പൊ SP ഒന്ന് വിളിക്കാൻ പറയും. സർ ചായ? നോ താങ്ക്സ്. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. പ്രോസിക്യൂട്ടറെ കണ്ടോ? എന്ത് പറഞ്ഞു? കണ്ട് സംസാരിച്ചു. 3-4 ദിവസം ഫ്രീ അല്ല. എന്താ അവന്റെ പേര്? കുരുവിള, അനിയൻ കുരുവിള. അവന്റെ പേര് പറഞ്ഞപ്പോഴേ കണ്ടത് ചോരയാ. അവൻ നമുക്ക് തലവേദനയാവോ വിൽസാ? അങ്ങനെയൊന്നുമില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന്? അല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. കൂടാതെ 5 മിനിറ്റ് മുമ്പല്ല ഞാൻ ഈ ഫയൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. വെച്ചിട്ട് പോടോ. ഉണ്ണിയുടെ വക്കീലാരാ? എന്തെങ്കിലും തീരുമാനിച്ചോ? എന്ത് തീരുമാനിക്കാൻ? ലക്ഷങ്ങളാ ഓരോ വക്കീൽമാര് ഫീസ് ചോദിക്കണേ. ചിലര് കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും. ഫീസ് പറഞ്ഞ് മുഷിണ്ടച്ചിട്ടാവും. പിന്നെ എന്റെ സ്ഥിതി പറഞ്ഞ 3 അക്കത്തിൽ കവിഞ്ഞ ഒരു ഫീസ് ഒരു കക്ഷിയും ദൈവം സഹായിച്ച് എനിക്ക് തന്നിട്ടില്ല. എന്നെ പോലും സിവിൽ വക്കീല് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വരൂ, അകത്തിരിക്കാം. അല്ല തമ്പുരാനെ, അത്ര കേമന്മാരല്ലാത്ത ഇടത്തരക്കാരെങ്കിലും ആയാൽ? അത് പോരാ രാജ, ഇത് കള്ളക്കേസാണ്. കള്ളസാക്ഷികളെ ക്രോസിൽ മുട്ടുകുത്തിക്കണമെങ്കിൽ നന്നായിട്ട് പൊരുതുന്ന വക്കീലിനെ വേണം. പോരാത്തതിന് സർക്കാർ വക്കീൽ കുരുവിള ഇടന്നാ കേട്ട്. ഞാൻ ഭംഗിവാക്ക് പറയല്ല, അയാളാണ് ഉണ്ണിയുടെ വക്കീലായിരുന്നെങ്കിൽ വക്കാലത്ത് ഒപ്പിട്ട ദിവസം തന്നെ ഞാൻ ഈ കേസ് മറക്കും. സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഇപ്പൊ സമാധാനമില്ല, ഉറക്കമില്ല, നല്ല സുഖം. കോവിലകം പണയപ്പെടുത്തുകയോ കുറച്ച് വിൽക്കുകയോ ചെയ്താൽ? 1 ഇഞ്ച് വിൽക്കാൻ പറ്റില്ല. ആ കോവിലകം എന്നല്ല, ഒട്ടുമുക്ക ആ കോവിലകങ്ങളുടെ സ്ഥിതി അതന്നെയാ. റിസീവർ ഭരണത്തില 108 കേസും ഉണ്ടാവും. പിന്നെ ആഭരണങ്ങൾ കുറച്ചുള്ളത് വിൽക്കാൻ വേണ്ടി ഇന്ദു എന്നെ ഏൽപ്പിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഇനി അതൊക്കെ വിറ്റാ തന്നെ എന്താവാനാ? അവളെ നാളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടേണ്ടതല്ലേ. അവസാനം വേറെ ഒരു മാർഗവും ഇല്ലാതെ എന്റെ ഉണ്ണിക്ക് സർക്കാരിന്റെ സൗജന്യ വക്കീൽ തന്നെ ആവുമോ ശരണം? ദാരിദ്ര്യത്തെ ഉപാസിക്കുന്നവര് വലുതൊന്നും ആഗ്രഹിക്കരുത്. ഹലോ. ഉണ്ട്, കൊടുക്കാം. SP സർ. യെസ് സർ. പറയാം സർ, പറയാം സർ. എങ്ങനെയുണ്ട്? ജസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ. സാറിന്റെ ഒപ്പീനിയൻ പെട്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് SP പറഞ്ഞു. സുഗുണപാലനല്ലേ? എന്താ സർ? പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണപാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ. സാധാരണ അയാളുടെ ചായ്വ് പ്രതിഭാഗത്തോടാണ്. പ്രതി ഇത്ര കേമനാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും. ഇപ്രാവശ്യം എന്ത് പറ്റി വാദിഭാഗത്ത്? ഈയിടെ 2-3 കേസിൽ
അതിന്റെ റിഗ്രറ്റാ. അതൊക്കെ അയാൾ സ്വയം തോറ്റുകൊടുത്തതല്ലേ, പിന്നെ എന്തിന്റെ റിഗ്രറ്റ്? എനിവേ ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. വെൽ മിസ്റ്റർ വിൽസൺ, സീ യു. സീ യു സർ. വരട്ടെ. അവൻ എന്താ പറഞ്ഞേ? പ്രതികൾ കേമന്മാരാണെങ്കിൽ എനിക്ക് ഉഷാർ കൂടുവന്നോ? റാസ്കൽ. താനും അതുകൊണ്ട് രസിച്ച് കാണുമല്ലേ? എന്നെയാണല്ലോ കുറ്റം പറഞ്ഞേ. അയ്യോ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് സർ. എടോ, വാദികളുടെയും പ്രതികളുടെയും സാക്ഷികളുടെയും പോക്കറ്റ് ബലമായി പിടിച്ചു പറിച്ച് ഞണ്ണാത്ത ഏത് പ്രോസിക്യൂട്ടർ ഉണ്ടോ ഇവിടെ? ഈ കേസൊന്ന് തീരട്ടടോ, അവന്റെ ക്രിമികേട് ഞാൻ തീർത്തു തരാം. മേലിലാ നാക്കൊണ്ട അവൻ ആരെയൊന്നും പറയത്തില്ല. കുരുവിള, കുഴിക്ക കുരുവിള. അവന്റെ അമ്മയുടെ ഒരു പേര്. അവര് വരൂ. ഇരിക്കണം സർ. താങ്ക് യു. കേസ് സ്റ്റഡി മുഴുവൻ വായിച്ചു. അതിൽ മൊഴി നൽകിയിട്ടുള്ള സാക്ഷികളൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റും? എന്താ പ്രോസിക്യൂട്ടർക്ക് വിറ്റ്നസിനെ കാണാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഏയ്, അങ്ങനെയൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും കാണാം. Then better arrange it. Okay? സർ. ഞാൻ വാതിലിന് പുറത്തു നിന്നപ്പോ സാറിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ? അതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കേട്ടു. തിരിച്ചതുപോലെ ഞാനും ഒന്ന് പുകഴ്ത്തട്ടെ. നല്ല പച്ച മലയാളത്തില് പ്രാസോപ്പിച്ച് കായ് മായോ ഒക്കെ ഉപയോഗിച്ച്. പിന്നെ കാതിന്റെ പുളിപ്പുണ്ടല്ലോ, ആസിഡ് ഒഴിച്ച് കഴിയാലും പോവില്ല. വരട്ടെ. ഹലോ. ഹലോ. എന്താ സർ ഇവിടെ? ഞാൻ നിങ്ങളുടെ SP ഒന്ന് കാണാൻ വന്ന. ഓ, വരട്ടെ. ആ മിസ്റ്റർ രാജൻ, ആ കോവിലകം കേസിലെ ഇൻക്വസ്റ്റിലൊക്കെ നിങ്ങളുടെ പേരാണല്ലോ കണ്ടത്. പിന്നീട് അങ്ങോട്ട് DYSP വിൽസൺ ആണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ. കേസ് തുടങ്ങി വെച്ച ഞാനൊക്കെ തന്നെയാ. അപ്പോഴായി പൗരസമിതിയും പത്രക്കാരെല്ലാം ചേർന്ന് കേസാകെ സെൻസേഷനിലാക്കിയത്. വലിയ കേസായ സ്ഥിതിക്ക് ഏതെങ്കിലും സീനിയർ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നല്ലതെന്ന് കരുതി വിൽസൺ സാറിനോട് SP കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. കൂടാതെ ആ ഫാമിലി എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ തോന്നണ്ടല്ലോ, അതൊരു കാരണമാവാം. പച്ചക്കള്ളം. ഇദ്ദേഹം തന്നെ സീനിയറെ സേവ് ചെയ്യാൻ ശ്രമിക്കണം സർ. അവർ ഇദ്ദേഹത്തെ മാറ്റാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ തുറന്നാൽ അവരുദ്ദേശിക്കുന്ന പലതും നടക്കില്ല. അത്രേ ഉള്ളൂ. ബാലൻ, അവർക്കെന്താ ഉദ്ദേശം? ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം. പക്ഷേ അതിനുവേണ്ടി മെനക്കെടാൻ അവർക്ക് സമയമില്ല. പിന്നെ കിട്ടിയ ഉണ്ണിത്തമ്പുരാനെ. സർ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ആ ഉണ്ണിത്തമ്പുരാനെ ആരെങ്കിലും അങ്ങോട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ ഓടി രക്ഷപ്പെടുകയുള്ളൂ. അതയാളുടെ പ്രകൃതം. ആ മനുഷ്യരൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുളത്തിലിട്ടു എന്നൊക്കെ പറഞ്ഞ കഷ്ടം തന്നെ. ബാലൻ അങ്ങനെ തറപ്പിച്ച് പറയൊന്നും വേണ്ട. സങ്കീർണമാണ് മനുഷ്യ മനസ്സുകൾ. എപ്പോഴാണ് അവന്റെ ഉള്ളിലെ മൃഗം പുറത്തു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനത്തെ പല ഇൻസിഡൻസും എനിക്കറിയാം. അപ്പൊ ഓക്കെ സർ. അപ്പോ ഇങ്ങേരെ അവര് ബ്രെയിൻ വാഷ് ചെയ്തു. ബാല, തന്റെ നാവ് മഹാപെശക. താൻ സൂക്ഷിക്കണം. വളരെ കൂടുന്നുണ്ട് കേട്ടോ. അനിയും കുഞ്ഞും ഇവിടെ ഇല്ലയോ ദീനാമേ? ഇല്ല, ഏതോ വക്കീൽ കൃഷ്ണൻ നായരെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞു പോയി. ഓഹോ. ആ പെണ്ണ് കണ്ടതിനെ മാറ്റി പിടിക്കു ദീനാമേ. പെണ്ണ് കണ്ടതിനെ കുറിച്ച് അവൻ എന്നാ പറഞ്ഞു? സൂസനെ അവൻ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ തെളിച്ചു പറഞ്ഞില്ല. പക്ഷെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട പോലെയാ. മാണിക്കുഞ്ഞൊന്നും ചോദിച്ചില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല, എന്നാ ഇഷ്ടമായെന്നും പറഞ്ഞില്ല. മാണിക്കുഞ്ഞിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? അല്ല മാണിക്കുഞ്ഞേ, പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിലല്ലയോ? ആണെങ്കിൽ എന്നാ കല്യാണം അങ്ങ് ഉറപ്പിക്കണം. എന്നാത്തിനാ? അല്ല, ഒന്നുമില്ലാലും നമുക്ക് അമേരിക്ക ഒന്ന് കാണാമല്ലോ. വേറെ ഒരിടവും കാണണമെന്ന് തോന്നിയില്ലേ ദീനാമേ? ചെറുപ്പം മുതലേ എന്റെ ഒരു ആശയാ. നേഴ്സിംഗ് പഠിച്ചു അമേരിക്കയിലേക്ക് കയറ്റി അയക്കാവുന്ന പള്ളിയിലെ അച്ഛൻ പറഞ്ഞതാ. നിങ്ങളല്ലതാ മലഞ്ചരക്കാണോ അങ്ങോട്ട് കയറ്റി അയക്കാൻ? അങ്ങോട്ട് അയക്കുന്നത് പാഴ്ചെലവാണെന്ന് അന്ന് പറഞ്ഞ പള്ളിയിലെ അച്ഛൻ അറിയാമായിരുന്നു. അതാ ഇവിടെ നിന്നുപോയത്. മനുഷ്യരുടെ ഓരോ ദുരാഗ്രഹങ്ങള്. നിങ്ങൾ പൈപ്പ് തുറന്നിട്ടല്ലേ ദീനാമേ വന്ന് പോയി അടയ്ക്കുന്നേ? വെറുതെ പാഴ്ചെല ഉണ്ടാക്കല്ലേ? കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. അത് ഇത് ഒന്ന് തന്നെ. ഇത്രയൊക്കെ ദുഃഖത്തിനിടയിലും ഈശ്വരൻ നമ്മളോട് കരുണ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ മനസ്സിനൊരു ആശ്വാസം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർ കല്യാണക്കാര്യത്തിൽ വാക്ക് മാറിയിട്ടില്ല. നീ നിർദോഷിയാണെന്ന് അവർക്ക് തോന്നിക്കാണണം. അവളുടെ സുഹൃതം. ഗവൺമെന്റ് വക്കീൽ അനിയൻ കുരുളയാണെന്ന് കേട്ടു. അയാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ല എന്ന് ഇവിടുത്തെ സാറന്മാർ പറയുന്നു.
അതൊക്കെ കുറ്റം ചെയ്തവരുടെ കേസായതുകൊണ്ടായിരിക്കും ജയിച്ചത്. ഉണ്ണിയേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ വക്കീൽ ആരും നിശ്ചയിച്ചു അമ്മാവ? നിശ്ചയിക്കണം, പലരും കണ്ടു. അതിനൊക്കെ സമയമുണ്ടല്ലോ. യെസ്, തന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വലിഞ്ഞു കയറി വരരുതെന്ന്. ഞാൻ നോക്കിയിട്ടാ സാർ വന്നത്. നോക്ക് ചെയ്തു. എന്താണ് വയ്യില്? ട്രഷറി കൊടുക്കേണ്ട ബില്ലുകളാ. ഇന്ന് 11 മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ നാളെ കൊടുക്കാം. സാറിന്റെ ടി എ ബില്ലുകളാ കൂടുതൽ. നാളെ കൊടുക്കാം അല്ലേ സാർ? ഇങ്ങോട്ട് വേണം. നാളത്തേക്കൊന്നും ഉണ്ടാക്കണ്ട. എടോ, ഇയാള് പോയി 3-4 ചായ പറ. ഞാൻ കോൺസ്റ്റബിളിനെ അയക്കാം സാർ. ഇയാള് പോയി പറഞ്ഞാൽ എന്താ? ഇയാള് പറഞ്ഞാ മതി. ഓ, ദുരഭിമാനം. സാർ, കുറച്ചുകൂടെ ഡീസന്റ് ആവാം. ഒന്നുമില്ലേലും അയാളൊരു സബ് ഇൻസ്പെക്ടർ അല്ലേ? ഇവിടുത്തെ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം. വക്കീലിനെ പണി ചെയ്താൽ മതി. വരൂ. തൊഴിലേക്കാൻ കോടതി മതി. ഇവരല്ലേ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന സാക്ഷി? അതെ. നിങ്ങളല്ലേ സീതയുടെ അമ്മ? അതെ. ഉണ്ണിത്തമ്പുരാൻ ഒന്നിൽ കൂടുതൽ തവണ മകളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതായി സീത നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് സർ. കാലത്ത് BA-യും MA ഒക്കെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നേരെ മറിച്ച ആളെ കിട്ടാനാ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളപ്പോ മകൾ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും മകളെ അവിടെ തന്നെ പിന്നെയും ജോലിക്ക് വിട്ടത് എന്തുകൊണ്ടാണ്? രാജവംശമല്ലേ, അല്പം അതിര് വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പിക്കാൻ നോക്കണ്ട. അവരുടെ മൊഴിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതി. PP കയറി ഡിഫൻസ് വക്കീലാവണ്ട. എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ എഴുതി വെച്ചതൊക്കെ അപ്പാടെ സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ഒന്നും എനിക്കില്ല. സാക്ഷികൾ ജെനുവിനാണോ എന്ന് എനിക്ക് കൂടെ ബോധ്യമാവണം. നിങ്ങളുടെ പ്രസൻസിൽ ഇവരെ ചോദ്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്ലീസ്, നിങ്ങൾ പോകുന്നോ ഞാൻ പോണോ? എന്റെ അമ്മോ തൊലയ്ക്കും, അയാൾ എല്ലാം തൊലയ്ക്കും. എന്നെ നശിപ്പിച്ച അയാൾ അടങ്ങൂ. തനിക്ക് എവിടുന്ന് കിട്ടിയോടോ ഈ സാധനത്തിനെ? ഒരു കാര്യം ചെയ്, താൻ ആ വാലടച്ച് കുറ്റിയുടെ പെണ്ടാരം മിണ്ടാതെ വരും. എന്റെ അമ്മോ ദേ വന്നു. ഹലോ. യെസ് യെസ്. ഇത് മുഴുവൻ അസംബന്ധമാണ്. മൊഴികൾ, രേഖകൾ, സാക്ഷികൾ എല്ലാം കൃത്രിമമാണ്. ക്രൈമുമായിട്ട് പുല ബന്ധം പോലുമില്ല. ചില ജെനുവിൻ കേസുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ ചില ലിങ്ക്സ് കണക്ട് ചെയ്യാൻ 1-2 സാക്ഷികളെ പ്രോസിക്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 100% കള്ളസാക്ഷികളും രേഖകളും കെട്ടിച്ചമച്ചൊരു കേസുണ്ടാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. അല്ല, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തോന്നാ പറഞ്ഞോണ്ട് വരുന്നത്? ഒരാൾ കൃത്യം ചെയ്തതിന് മുമ്പ് അതിൽ സാക്ഷിയാകേണ്ടവരെയൊക്കെ മുന്നറിയിപ്പ് നൽകി വിളിച്ചു നിർത്തി ആ കൃത്യം ചെയ്യണമെന്ന്. പ്രതി കുറ്റം ചെയ്തതെന്ന് ബോധ്യമായാൽ അത് തെളിയിക്കേണ്ട ചുമതല പോലീസിനാണ്. 10-30 വർഷമായി സാറേ ഈ വേഷം കെട്ടി ആടാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഒരു കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പരിപാടി നടപ്പില്ല. കേസ് തെളിയണമെങ്കിൽ മെനക്കെടണം, അധ്വാനിക്കണം. ശരീരം കൊണ്ട് മാത്രം പോരാ, ഇതുകൂടെ പ്രവർത്തിക്കണം. എന്നിട്ടും പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പോയി തൊലയട്ടെ. തെളിയാത്ത എത്രയോ കേസുകൾ എത്രയോ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നു. അതിനോട് ഒരെണ്ണം കൂടെ കൂടും. എന്നാലും ഒരു നിരപരാധി അപരാധിയാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ജുഡീഷ്യറിക്ക് തന്നെ അത് കളങ്കമാവും. വേണ്ട സാർ, ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കുന്നൊന്നും സാർ തൊടണ്ട. നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വരെ എൻഗേജ്മെന്റ് ഉണ്ടെന്നോ പ്രതികളെ പരിചയമുണ്ടെന്നോ സുഖമില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞെന്നാ മാത്രം മതി. ഈ കേസ് എനിക്ക് റാപ്പോർട്ടുള്ള വേറെ ആരെങ്കിലും വെച്ച് ഞാൻ ജയിച്ചോളാം. ജയിക്കില്ല സാർ, ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. പ്രഥമ ദൃഷ്ടിയ കേസെടുക്കാൻ പോലും തെളിവിനകത്തില്ല. ഒരു നിരപരാധിയെ കരുവാക്കി പതക്കവും പ്രമോഷനും ഇവിടെ ആരും നേടണ്ട. ഞാനിതൊക്കെ ഓപ്പൺ കോർട്ടിൽ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കാണാൻ ഏത് കോടതി കേസ് കേൾക്കുന്നു. ഞാനും ഈ ചെരപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. വേറെ ഏത് പബ്ലിക് പ്രോസിക്യൂട്ടറാ ഉള്ളത്?
നമുക്ക് ചേരുന്ന ഒരാൾ. എല്ലാവരും എൻഗേജ് ആണ് സർ. അതുകൊണ്ടാ അന്ന്. ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ബി പി കൊണ്ട് കേസെടുപ്പിച്ചാലും വേറൊരു പ്രോബ്ലം ഉണ്ട് സർ. പല തട്ടുകളിലാണെങ്കിലും കാര്യമുള്ളതുകൊണ്ട് ഒരു കോമൺ കോഴ്സ് വരുമ്പോൾ പ്രോസിക്യൂട്ടേഴ്സ് എല്ലാം യോജിക്കുമോന്ന എന്റെ സംശയം. കുരുവിളയുടെ നിലപാടറിഞ്ഞ് മറ്റു ബി പിമാർ സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും സർ? കൂട്ടത്തോടെ ഈ കേസ് ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ? ഈ കേസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറും വാദിക്കാൻ പോകുന്നില്ല. പിന്നെ ബ്രഹ്മാവ് വിചാരിച്ചാലാണോ ആയുസിന് പഞ്ഞം?